ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും രാവിലത്തെ ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട്, ഞങ്ങൾ നൂൽപുട്ട് എന്നാണ് കേട്ടോ പറയുക സാധാരണ. അത് ബാക്കി ഇരിപ്പുണ്ടാവുമല്ലോ, എന്തായാലും ഒരു 4-5 പീസൊക്കെ ബാക്കി ഇരിപ്പുണ്ടാവും. ചിലപ്പോഴേ ബാക്കിയില്ലാതിരിക്കുള്ളൂ. അപ്പോൾ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരത്തേക്കോ 4 മണി ചായക്കോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 പീസ് ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് രാവിലെ ചുട്ട നൂൽപുട്ടാണ്, ബാക്കി ഇരിപ്പുണ്ടായിരുന്ന നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ നൂൽപുട്ടായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഒരു 2ആയിട്ടൊക്കെ ഒന്ന് മുറിച്ചിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ജാറിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ചില ജാറിൽ ചിലപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ജാറടിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒന്നിച്ച് നമ്മൾ മിക്സിയിലിട്ട് സാധാരണ നമ്മൾ എല്ലാതും അടിച്ചെടുക്കുന്നത് പോലെ ഇത് അടിച്ചെടുക്കരുത് കേട്ടോ. പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാൻ. നമുക്കിതൊന്ന് ചെറുതായി കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ പൾസ് ചെയ്ത് അങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടുന്നത്. കണ്ടോ, ചെറുതായിട്ട് നമുക്കൊരു പാകത്തെ വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ ഒരു പാകത്തെ ഒരു വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടിയാൽ മതി, അല്ലാതെ ഒരുപാട് അടിച്ചെടുത്ത് പൊടിച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു നമ്മുടെ ചോറ് വറ്റിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മളിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നല്ല നാടൻ നമ്മുടെ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന സവാളയും മറ്റു മസാലകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ആണോ നൂൽപുട്ട് എടുക്കുന്നത് അതിൻ്റെ ഒരു അളവിനനുസരിച്ചിട്ടുള്ള മസാല എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി മുറിച്ചെടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചിക്കൻ മസാലയിൽ തന്നെ എല്ലാ പൊടികളും ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മാത്രം മതി. എന്നിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് നമുക്കിത് ഈ ഒരു ഒഴിവായിട്ടുള്ള ഒരു പാനിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ മുട്ട ഇളക്കി കൊടുത്ത് നമ്മളിത് ഈ ഒരു സ്റ്റേജിലായിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ മസാല നീക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ കൂടെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നൂൽപുട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി നന്നായിട്ട്. ഇനി നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ഇതിലേക്ക് ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയുള്ള നൂൽപുട്ട് വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.